ദിവ്യദീപ്തി ദൈവപിതാവിന് തന്നേകജാതനും സ്വസ്ത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും ഔവീതം നിസ്തൂലം സ്വസ്ത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. ഓ ദിവ്യകാരുണ്യമായ കർത്താവേ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയോടൊപ്പം അല്പനേരമായിരിക്കുവാൻ അങ്ങേ ഹൃദയത്തിൽ എന്നെയും ചേർത്ത് നിർത്തേണമേ. അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കരവലയത്തിലാണ് ഞാനുള്ളത് എന്ന് എപ്പോഴും ഓർക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങേ പദ്ധതികൾ ഒരിക്കലും നാശത്തിനല്ല, ക്ഷേമത്തിനായി മാത്രമുള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും ചില നേരങ്ങളിൽ ഞങ്ങൾ അവയെല്ലാം മറന്നുപോകുന്നു. വിശ്വാസത്തിന് കുറവ് സംഭവിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളോട് കരുണ തോന്നണമേ, അലിവ് തോന്നണമേ. കാലവർഷത്തിൻ്റെ ഭീതിതമായ കെടുതികളുണ്ടാക്കിയ ദുരിതക്കയത്തിൽ പെട്ടുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ തിരുമുമ്പിൽ ഓർക്കുന്നു. എല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനുള്ള വിശ്വാസസ്ഥൈര്യം അവർക്ക് നൽകണമേ. അപകടങ്ങളിലും രോഗങ്ങളിലും പൊലിഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യജീവൻ നൽകി സ്വർഗീയ പ്രവേശം സംലഭ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾക്കും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും കരുണ കാട്ടുവാനും അതിനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിഷേധങ്ങളും വളരെ പേരെ വേദനിപ്പിക്കുകയും ആ ജീവിതങ്ങളെ തകർക്കുകയും ചെയ്തു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. ക്ഷമയെന്ന പുണ്യം നൽകി അനുഗ്രഹിക്കണമേ. അകന്നു പോയിട്ടുള്ള കുടുംബ ബന്ധങ്ങളെ വീണ്ടും ഒരുമിച്ച് ചേർക്കണമേ. അങ്ങേ ദിവ്യ സ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ. അങ്ങേ തിരുരക്തത്താൽ മുറിവേറ്റവരെ സുഖപ്പെടുത്തണമേ. തിരുക്കുടുംബത്തിൻ്റെ മാതൃകയാൽ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തണമേ. ഞങ്ങളുടെ മക്കളെ സ്നേഹത്തിൽ വളരുവാൻ കൃപ നൽകണമേ. അധ്യയന വർഷത്തിൻ്റെ ആഴ്ചകൾ ഓരോന്നും മുന്നോട്ടു പോകുമ്പോൾ അവരെ അങ്ങേ കരവലയത്തിൽ കാത്തിടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും പാപത്തിൻ്റെയും വഴികളിൽ വീഴാതെ അവരെ അങ്ങ് പരിപാലിക്കണമേ. വിശ്വാസ പരിശീലനത്തിൽ അവരെ കൂടുതൽ തീഷ്ണതയുള്ളവരാക്കി വളർത്തണമേ. ഞങ്ങളുടെ എല്ലാ രൂപതകളിലെയും വിശ്വാസ പരിശീലന മേഖലകളെ സമർപ്പിക്കുന്നു. എല്ലാ വിശ്വാസ പരിശീലകരെയും സമർപ്പിക്കുന്നു. വചനമാകുന്ന അങ്ങിൽ ആഴമായി വളരുവാനുള്ള, വചനമായി മാതൃകയായി വളരുവാൻ അവരെയും പ്രാപ്തമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. അവരിൽ അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞങ്ങളുടെ എല്ലാ ആകുലതകളും വേദനകളും അങ്ങ് മാത്രമാണല്ലോ അറിയുന്നത്. എല്ലാ നിരാശകളിലും പ്രത്യാശയുള്ളവരാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രതിബന്ധങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാൻ അതിനു വേണ്ടുന്ന കരുത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നു. ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗശയ്യയിലായിരിക്കുന്ന എല്ലാ മക്കളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ അങ്ങ് സ്പർശിക്കണമേ. തളർവാദ രോഗിയെ കട്ടിലോടെ കൊണ്ടുവന്നവരെ കണ്ട് അവരുടെ വിശ്വാസത്തെ പ്രതി രോഗിക്ക് സൗഖ്യം നൽകിയ പോലെ അവരെയും ഞങ്ങളിതാ നിന്റെ തിരുമുമ്പിൽ പൂർണ്ണ വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു. അവരെ അങ്ങ് നോക്കണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ. മാനസികമായി നിന്ദനങ്ങളും അപമാനങ്ങളും പേറി ജീവിതം നിരാശയിൽ തകരുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സൗഖ്യപ്പെടുത്തണമേ, പ്രത്യാശ നൽകി അവരെ ജീവനിലേക്ക് നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും ബാലികാ ബാലകരെയും യുവജനങ്ങളെയും അങ്ങേ തിരുമുമ്പിൽ കൊണ്ടുവരുന്നു. അവരുടെ പ്രായത്തിനും പക്വതയ്ക്കുമനുസരിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായി യേശു സ്നേഹത്തിൽ വളരുവാൻ, സ്നേഹത്തിലും കാരുണ്യത്തിലും സത്യത്തിലും നീതിബോധത്തിലും വളരുവാൻ, കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും രാഷ്ട്രത്തിനും യോജിച്ച ജീവിതം നയിക്കുവാൻ അവരെ പ്രാപ്തമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നടക്കുവാൻ പോകുന്ന കേരള ലത്തീൻ സഭയുടെ ജനറൽ അസംബ്ലിയെയും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാകുന്ന മതബോധനം, മാധ്യമം എന്നീ വിഷയങ്ങളിൽ ഫലദായകമായ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നതിനായി അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് എല്ലാവരിലും അങ്ങേ ജ്ഞാനം നിറച്ച് ശക്തിപ്പെടുത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങേ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഞങ്ങളിതാ അങ്ങേ തിരുമുമ്പിൽ കുമ്പിടുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.